നമസ്കാരം. ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥ മുഴുവൻ തകിടം മറിഞ്ഞു പോയത്. ഒരൊറ്റ ദിവസം കൊണ്ട് ആൾക്കാർ അത്യാവശ്യത്തിന് വേണ്ടി ATM-ൽ നിന്നും അവിടെ നിന്നും ഒക്കെ പണം വാങ്ങി, കടമൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവച്ചപ്പോ രാത്രി 8 മണിക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഒരൊറ്റ അനൗൺസ്മെന്റ്, 500, 1000 രൂപ നോട്ടുകൾ അസാധുവായിരിക്കുന്നു, ഇനി അത് വെറും കടലാസ കഷ്ണങ്ങൾ മാത്രം. അതോടുകൂടി തകർന്നുപോയ ജീവിതങ്ങൾ ഒരുപാടാണ്. പിന്നെ ദിവസങ്ങളോളം നീണ്ട ക്യൂ ബാങ്കുകളുടെ മുന്നിൽ. കയ്യിൽ പണമുണ്ട്, പക്ഷെ ആർക്കും പണം വേണ്ട. ആ പണം കൊടുത്തൊന്നും വാങ്ങാൻ പറ്റുന്നില്ല. കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്, പക്ഷെ ആ പണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കയ്യിലുള്ള പണം ബാങ്കിൽ കൊണ്ടിടാൻ വേണ്ടി ഒരു ക്യൂ. അതിനും വളരെ കുറഞ്ഞ ഒരു അളവ് മാത്രം നിശ്ചയിച്ചിട്ടുണ്ട് ഒരു ദിവസം. ഇന്ന് അയാളുടെ കൂലിയും ജോലിയും എല്ലാം ഒഴിവാക്കി ക്യൂവിൽ ചെന്ന് നിന്ന് 10,000 60,000 രൂപ നിക്ഷേപിച്ച ശേഷം നാളെ വീണ്ടും അവിടെ ചെല്ലണം. അതായത് ദിവസങ്ങളോളം ആ നിലയിൽ അവർ പലയിടങ്ങളിൽ നിന്ന് സമ്പാദിച്ച് 100ഉം 200ഉം 500ഉം 1000ഉം ഒക്കെ ആയി സമ്പാദിച്ച് കൂട്ടി വെച്ചിരുന്ന പണം, കൂലിപ്പണിയെടുത്തുണ്ടാക്കിച്ചിരുന്ന പണം ബാങ്കിലേക്ക് ഇടാൻ വേണ്ടി നൂലാമാലകൾ ചെറുതായിരുന്നില്ല, വളരെ വലിയ ദുരിതമായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് ഒരു കാരണവശാലും നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം അന്നത്തെ അത്രത്തോളം വലിയ ദുരന്തമാണ്. കിട്ടിയത് ഒരു 2000 രൂപയുടെ നോട്ട്. ആ 2000 രൂപയുടെ നോട്ട്, ഒരു നോട്ട് കിട്ടുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ കിടക്കുന്ന ഒരാൾക്ക് ഒരു 2000 രൂപ മാത്രം കൊടുത്തുകൊണ്ട് മടങ്ങി വരുമ്പോൾ അതിന് ബാക്കി കൊടുക്കാൻ വേണ്ടി കടകളിൽ ചില്ലറ ഇല്ലാതിരുന്ന ഒരു വലിയ ദുരവസ്ഥ. അതായത് ഒരു നോട്ടവുമില്ലാതെ, അന്തവും കുന്തവും ഇല്ലാതെ ഒരു പ്രധാനമന്ത്രി പെരുമാറിയത് കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു നേട്ടമാണ്. ഒരല്പം മുൻകാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയായി നടപ്പിലാക്കാമായിരുന്ന ഒരു കാര്യമായിരുന്നു അത്. ആ കറൻസി ക്ഷാമം നേരിട്ടപ്പോൾ ആ കറൻസി ഒരു ബാലൻസിങ്, രാജ്യത്തിന് ഒരു കറൻസി ബാലൻസിങ് ഉണ്ട്. ആ ബാലൻസിങ് നിലനിർത്താൻ വേണ്ടിയാണ് 2000 രൂപയുടെ നോട്ടുകൾ അടിച്ചിറക്കിയത്. പിന്നീട് ആ ബാലൻസിങ് വന്ന ശേഷം ആ 2000 രൂപയുടെ നോട്ട് പിൻവലിക്കുകയും ചെയ്തു. ഇപ്പൊ 500 രൂപയുടെ നോട്ടാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നോട്ട്. ഞാൻ ഈ പറഞ്ഞു വന്നത്, അന്ന് ഇത്രയും വലിയൊരു ദുരന്തം ആലോചിക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് ഒരു വലിയ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കവേ ഇന്ത്യയിലെ ഒരു പൗരനെയും ഒരാളെ പോലും ബുദ്ധിമുട്ടിക്കാതെ ഇവിടുത്തെ ഇലക്ഷൻ രജിസ്റ്റർ, അതായത് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കാമെന്നിരിക്കെ ഒരു പൗരന്റെയും ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ കൃത്യമായും കുറ്റമറ്റ രീതിയിൽ ഇവിടുത്തെ ഏറ്റവും പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് 2025 തയ്യാറാക്കാൻ കഴിയും എന്നത് എന്തേ നമ്മുടെ ഭരണാധികാരികൾ ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രം, ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ പൊട്ടന്മാരാക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ഭരണാധികാരികൾ ചിന്തിക്കുകയാണോ, പ്രവർത്തിക്കുകയാണോ, അതോ ആരൊക്കെയോ പറയുന്നത് കേട്ട് എന്തൊക്കെയോ അജണ്ട വെച്ച് പ്രവർത്തിക്കുകയാണോ എന്ന് പോലും തോന്നിപ്പോകുന്നുണ്ട്. ഇവിടെ നോക്കൂ, ആധാർ കാർഡ് എന്ന ഒരു വലിയൊരു സംഭവം ഉണ്ട്. നമുക്ക് എന്തിനും ഏതിനും ആധാറാണ്. ആധാർ ഇവിടെ വന്നപ്പോ വലിയ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെയാണ് ഇവിടെ ഉണ്ടായത്. അതിൽ ദുരുപയോഗങ്ങളുണ്ട്. അത് ഏത് സംവിധാനം നടപ്പിലാക്കിയാലും നമ്മൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടപടലം ഇട്ടിരിക്കുന്ന ട്രൗസറടക്കം ആൾക്കാർ അടിച്ചുകൊണ്ട് പോകും. സ്വാഭാവികം. ആധാർ നമ്പറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുന്ന OTP-കൾ ഷെയർ ചെയ്യാതെ ഒരു കാരണവശാലും നമ്മുടെ പണം നഷ്ടപ്പെടില്ല. അത്തരം ഒരു സംവിധാനം ഇരിക്കെ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് പൗരന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അതേ ആധാർ വെച്ചുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാരുടെയും നിലകൾ, വോട്ടേഴ്സ് നിലകൾ, മറ്റെല്ലാം പൗരനാണോ അല്ലയോ എന്നുള്ള തീരുമാനങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് എന്തേ നമ്മുടെ ഭരണാധികാരികൾ ചിന്തിക്കുന്നില്ല എന്നാണ്. ഇന്ന് ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്ന് കയറുമ്പോൾ എന്തെങ്കിലും ഒരു രേഖ വേണമെന്നുണ്ടെങ്കിൽ ആ രേഖയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഇവിടെ. മുഴുവൻ നെട്ടോട്ടമാണ്. അത് വില്ലേജ് ഓഫീസായാലും പഞ്ചായത്ത് ഓഫീസായാലും മറ്റ് സെക്രട്ടേറിയറ്റ് ആയാലും മറ്റാരായാലും സർട്ടിഫിക്കറ്റിന് വേണ്ടി നെട്ടോട്ടമാണ്. അതിന് കൈക്കൂലിയാണ്. ഈ ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥത മൂലം പല കാര്യങ്ങളും പലരുടെ ജീവിതം പോലും കുളമായി മാറിയിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിനൊക്കെ പരിഹാരം, എല്ലാത്തിനും ഒരു ഒറ്റ പരിഹാരം ഈ ആധാറിൽ വെച്ച് നടപ്പിലാക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അതേ ആധാർ ഉപയോഗിച്ച് ഇത് പരിഹരിക്കുന്നതിന് പകരം ഇന്ത്യയിലെ 145 കോടി ജനങ്ങളെയും കഷ്ടപ്പെടുത്തിക്കൊണ്ട്, ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, കുറെ പേരെ ഇന്ത്യൻ പൗരന്മാരെ അല്ലാതാക്കി തീർത്തുകൊണ്ട് ഇവിടെ ചിലതൊക്കെ നടപ്പിലാക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികളുടെ ബുദ്ധിശൂന്യത, അതായത് നമ്മുടെ രാജ്യം അതിവേഗം വികസനത്തിലേക്ക് കുതിക്കുന്നു എന്ന് പറയുമ്പോഴും ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ പിന്നോട്ടടിക്കുന്ന ഒരു രീതി അത് നടപ്പിലാക്കുമ്പോൾ സങ്കടമെന്നേ പറയാനുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആധാറിന്റെ കാര്യം. എല്ലാം ആധാർ ലിങ്ക് ചെയ്താൽ എന്താണ് കുഴപ്പം? ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്കൂളിൽ ചേരുമ്പോൾ അവൻ 1ാം ക്ലാസ്സിൽ സ്കൂളിൽ ചേർന്നു എന്ന് ആധാറിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഓരോ സ്കൂൾ ഘട്ടം കഴിയുമ്പോഴും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അയാൾ 10ാം ക്ലാസ് എത്ര A+ കൂടി പാസ്സായി എന്നുള്ളത് ആധാറിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. അതുപോലെ അത് കഴിഞ്ഞ് +2 ജയിച്ചു, അതും ആധാറിലേക്ക് രേഖപ്പെടുത്തുക. ഡിഗ്രി കഴിഞ്ഞു, അതും ആധാറിലേക്ക് രേഖപ്പെടുത്തുക. അയാൾ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി, അതും രേഖപ്പെടുത്തുക. അയാൾ ആരുടെയെങ്കിലും മുതൽ പിടിച്ചു പറിച്ചു, അതും രേഖപ്പെടുത്തുക. മയക്കുമരുന്ന് കച്ചവടം നടത്തി, അതും രേഖപ്പെടുത്തുക. അതായത് A to Z എന്ത് കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ആധാറിലേക്ക് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും 18 വയസ്സ് കഴിഞ്ഞു എന്നുള്ളത് ഈ ആധാർ നോക്കി അറിയാൻ കഴിയില്ലേ? ആ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അയാളുടെ മുഴുവൻ ചരിത്രവും ഭൂമിശാസ്ത്രവും ആധാറിൽ ഉണ്ട് എന്നിരിക്കെ
അതനുസരിച്ച് മാത്രം ഈ വോട്ടർ ലിസ്റ്റ് അങ്ങ് തയ്യാറാക്കിയാൽ പോരെ? അയാൾ എവിടെയാണ് എങ്ങനെയാണ് എന്നറിയാമല്ലോ. ഒരു പുതിയ സ്ഥലത്ത് അയാൾ താമസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ ആധാറിലെ വിലാസം മാറ്റിയിരിക്കണം എന്നൊരു നിബന്ധന കൊടുത്താൽ പോരെ? അപ്പോഴും അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നൂടെ? തൊട്ടടുത്ത് നടക്കുന്ന ഇലക്ഷനിൽ ആ റിസൾട്ട് എടുക്കുന്ന സമയത്ത്, ലിസ്റ്റിന്റെ റിസൾട്ട് എടുക്കുന്ന സമയത്ത് ഇയാളുടെ പേര് അതിനകത്ത് ഉണ്ടാവൂലേ? എത്ര എളുപ്പത്തിൽ ഈ ഇന്റർനെറ്റിന്റെ കാലത്ത്, ഈ ഡിജിറ്റൽ ഇന്ത്യ എന്നാണല്ലോ പറയുന്നത്, എത്ര എളുപ്പത്തിൽ നോക്കാൻ പറ്റും. ആ ആധാർ നമ്പർ കൊണ്ട് കൃത്യമായി എല്ലാം നടക്കുമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ജനങ്ങളെ ഇത്ര ബുദ്ധിമുട്ടിക്കുന്നത്? ജനങ്ങളോട് പറഞ്ഞാൽ പോരെ, നിങ്ങൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്യണം. പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ലേ? പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. വോട്ടർ ഐ ഡി ലിങ്ക് ചെയ്യണം. അതുപോലെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ലിങ്ക് ചെയ്യണം. സ്ഥലമുണ്ടെങ്കിൽ അത് ആധാറിലേക്ക് ചേർക്കണം. എന്തൊക്കെ വസ്തുവകളുണ്ടോ, എന്തൊക്കെ കേസുകളുണ്ടോ അതൊക്കെ അതിനകത്ത് ലിങ്ക് ചെയ്യണം. ബന്ധപ്പെട്ട ഒരു പോലീസ് കേസ് വന്നു കഴിഞ്ഞാൽ പോലീസുകാർ അത് ആധാറിലേക്ക് ലിങ്ക് ചെയ്യണം. ഒരു വിദ്യാഭ്യാസ യോഗ്യത അയാൾക്കുണ്ടായാൽ ആ സ്ഥാപനം അത് ആധാറിലേക്ക് ലിങ്ക് ചെയ്യണം. അങ്ങനെ എല്ലാം സർവാത്മന ആധാറിലേക്ക് ലിങ്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അയാളുടെ വിരലും കൊണ്ട് പോയാൽ പോരെ? ഇനി കൈയില്ലാത്ത ആളാണെങ്കിൽ അയാളുടെ കണ്ണും കൊണ്ട് പോയാൽ പോരെ? ചെന്ന് നോക്കുന്നതോടുകൂടി അയാളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം അറിയാൻ കഴിയില്ലേ? ഒരു പോളിംഗ് ബൂത്ത് ചെല്ലുമ്പോൾ അയാൾ വിരൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ അയാൾ അവിടുത്തെ വോട്ടറാണോ അല്ലെന്ന് അറിയാൻ കഴിയില്ലേ? വോട്ട് ചെയ്തൂടെ? പാസ്പോർട്ട് മാത്രം നമുക്ക് കയ്യിൽ കരുതിയാൽ പോരെ? ഇന്ത്യക്ക് പുറത്തേക്ക് പാസ്പോർട്ടാണ് വേണ്ടത്, മറ്റൊന്നും ആവശ്യമില്ല. ഡ്രൈവിംഗ് ലൈസൻസ് പോലും നമുക്ക് ആവശ്യമില്ല. കാരണം ഡ്രൈവിംഗ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, വാലിഡ് ആയ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നമുക്കുണ്ടെങ്കിൽ അത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ബന്ധപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അവരുടെ കയ്യിലുള്ള മെഷീനിൽ കൊണ്ടുവന്ന് തമ്പ് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയും. ഈ രീതിയിൽ അത്യന്താധുനിക രീതിയിൽ ഇന്ത്യൻ പൗരന്മാരെ വാർത്തെടുത്തുകൂടെ? അതിനുള്ള സംവിധാനം നിലവിൽ ഉണ്ടല്ലോ. ഇനി ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ആധാറുമായി ലിങ്ക് ചെയ്താൽ പോരെ? എത്ര സമയം വേണം? ജനങ്ങൾക്ക് ഒരു മാസത്തെ സമയം കൊടുത്താൽ പോരെ? 1-2 മാസത്തെ സമയം കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്യില്ലേ? അത് ഓൺലൈനായും ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ പോരെ? വിദേശത്തുള്ളവർക്ക് ചെയ്യാൻ കഴിയില്ലേ? എല്ലാവർക്കും രേഖപ്പെടുത്താൻ കഴിയില്ലേ? എത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും. കള്ളവോട്ടുകൾ തടയാൻ പറ്റില്ലേ? എല്ലാ മേഖലയിലും പറ്റും. അതായത് നമുക്ക് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ബയോമെട്രിക് കാർഡ് ഇവിടെ ഉണ്ട്, ആധാർ കാർഡ്. ആ കാർഡിൽ അവന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ഇന്ത്യൻ പൗരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ വിരലൊന്ന് വെച്ചു കൊടുത്താൽ മതി. വളരെ സിമ്പിളായി പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെയാണ് ഇത്രയും മാനസികമായി ഒരു ജനതയെ മുഴുവൻ വിഷമത്തിലാക്കിക്കൊണ്ട് ഇനിയിപ്പോ പണ്ട് 2002 മുതലുള്ള കാര്യങ്ങൾ ഇനി തപ്പിയിറങ്ങണം. ഇനി അന്ന് മുതലുള്ള കാര്യങ്ങൾ, അന്ന് വില്ലേജ് ഓഫീസ് ഉണ്ടോ, അന്ന് എവിടെയാണ് താമസിച്ചിരുന്നത്, അവിടുത്തെ രേഖ, പിന്നെ അതുപോലെ അന്നത്തെ വോട്ടേഴ്സ് ലിസ്റ്റ്, ഇതൊക്കെ തപ്പി ഇറങ്ങണോ ഇനി? അത് എന്താണിത് നമ്മുടെ ഭരണാധികാരികൾ ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. ഇവിടെ അതിനൂതന സംവിധാനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പേര് പറയുന്നതല്ലാതെ പൗരന്റെ ജനജീവിതത്തിന് ആ ഡിജിറ്റൽ സംവിധാനത്തെ ഉപയോഗിക്കാൻ ഇന്ത്യൻ സർക്കാർ എന്തുകൊണ്ടോ തയ്യാറാകുന്നില്ല. Different angles. Don't forget to subscribe and support this channel.